ഹായ് ഓൾ, ഹാപ്പി റമദാൻ. എല്ലാവരും നോമ്പ് നോട്ടിട്ടുള്ള ക്ഷീണത്തിലാവില്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിന് മുന്നേ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതുപോലെ ഒരു സവാള, 4 ചെറിയ ഉള്ളി, 2 ഉരുളക്കിഴങ്ങ്, അതുപോലെ ഒരു തക്കാളി, 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിലേക്ക് ഒരു പട്ട, 2 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ഉലുവ, 2 ഏലക്ക, അതുപോലെ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടെടുക്കാം. അതുപോലെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മളെ കറി ഒന്നുകൂടെ ടേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 2 അല്ലി കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുത്താണ്. അതുപോലെ 2 പച്ചമുളക് നെടുകെ പിളർന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഉരുളക്കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല. മസാലകളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ വളരെ ലോയിൽ വെച്ചിട്ട് വേണം മസാല ഇട്ട് കഴിഞ്ഞ് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കന് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുള്ളത് വഴനയില, അതുപോലെ 2 തണ്ട് മല്ലിച്ചപ്പ്, അതുപോലെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. വഴനയില നോൺ വെജ് കറികളിലൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. 1 വിസിലിൻ്റെ ആവശ്യമുള്ള കാരണം ഇത് ബ്രോയിലർ ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് വേണ്ടി വരും. എന്നിട്ട് അത് അങ്ങനെ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കുക്കർ തുറന്ന് നോക്കിയാൽ മതി. നമ്മളുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലത്തെല്ലാം പെട്ടെന്ന് പണികളെല്ലാം കഴിയുന്ന പെട്ടെന്ന് കറി ഉണ്ടാക്കി കഴിയും. ഈ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പത്തിരിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഒരു ഓൾ ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിലൂടെ. അതുവരേക്കും ബൈ.